ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ ഫ്രൈ റെഡിയാവും. ഓക്കെ, എയർ ഫ്രൈ. ആ സമയം കൊണ്ട് റൈഡ് പോയിട്ട് തിരിച്ചു വരും. ചിക്കൻ അങ്ങനെ ഫ്രയറിൽ ഇട്ടിരിക്കുവാണ്. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ മണമ്പൂരായ ആഴംകുണമാണ്. കലമ്പലം പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ തൊട്ട് മാമം വരെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ റോഡ് വഴി ഒന്ന് പോയി നോക്കാം, ഏതുവരെ പണിയൊക്കെ എന്തായെന്നോ ഒന്ന് നോക്കാം. ഇവിടെയൊക്കെ ജസ്റ്റ് വഴിയേ ഉള്ളൂ, ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇവിടെ അണ്ടർപാസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെയായിരുന്നു ആയംകുണം. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ഒരു 1/2 കിലോമീറ്റർ വരും. ടാറും കൂടെ ഇട്ടാൽ മതി. ഇവിടെ എല്ലാം മണ്ണിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ടാറിട്ടാൽ മതി. എനിക്ക് തോന്നുന്നു ഏകദേശം ആയംകുണത്തു നിന്ന് ഒരു 1 കിലോമീറ്റർ വരത്തില്ല, അതിൻ്റെ ഇപ്പുറം വരെ ടാർ ഇട്ടിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം, ഏതുവരെ ടാർ ഇട്ടിട്ടുണ്ടെന്ന് പോയി നോക്കാം. ഓക്കെ, ആയംകുണം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറം നമുക്ക് ടാർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പകുതി റോഡ് ടാർ ഇട്ടിട്ടുണ്ട്. അവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്പീഡിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ പണി വേഗത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റോഡ് പോയി നോക്കാം, ഏതുവരെ ഉണ്ടെന്ന് പോയി. ഇവിടെ നിന്ന് മണ്ണ് ടിപ്പറുകളിൽ എടുത്തുകൊണ്ട് പോവുകയാണ്, ബൈപ്പാസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണെന്ന് തോന്നുന്നു. അയ്യോ, റോഡ് ഇതുവരെ ഉള്ളു കേട്ടോ, ഇതുവരെ പണി നടന്നിട്ടുള്ളൂ. ഇവിടെ ഒരു ബ്രിഡ്ജാണ്, ഇതിലേ പോകാൻ പറ്റത്തില്ല, സർവീസ് റോഡ് പിടിക്കേണ്ടി വരും. ഇതൊക്കെ വയലായിരുന്നു, അതുകൊണ്ട് ഇവിടെയൊക്കെ വയലായിരുന്നു. ഇവിടെയും ഈ ബൈപ്പാസ് പോകുന്ന സ്ഥലവും വയലായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മളിവിടെയൊക്കെ ക്രിക്കറ്റ് കളിച്ച് നടന്നതാണ്. അവിടെ നിന്നൊക്കെ മണ്ണെടുക്കുവാണ്. ഈ റോഡിൽ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജിൻ്റെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് എനിക്ക് മെയിൻ റോഡിൽ പോകാൻ പറ്റിയില്ല. പകരം ഞാൻ സർവീസ് റോഡ് വഴി പോവുകയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു, അവരെല്ലാം വയലിൻ്റെ കരയിലായിരുന്നു. അപ്പോൾ അവർക്ക് റോഡിൽ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ബ്രിഡ്ജ്. ആൾക്കാരൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. കമ്പൂർ അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി, ഇത്ര വേഗം. ഈ റോഡ് സർവീസ് റോഡ് പണി നടക്കുന്നേ ഉള്ളൂ. നമുക്ക് അപ്പുറത്തെ സൈഡ് പിടിച്ച് പോകാം. ഇത് അണ്ടർപാസാണ്. അവിടെ എല്ലാം പണി നടക്കുന്നു. അപ്പോൾ അതുവഴി കയറാൻ വഴിയില്ല. ഇതിൽ റോഡ് ഓപ്പൺ ആയെന്ന് തോന്നുന്നു, പോയി നോക്കാം. പഴയ റോഡായിരുന്നെങ്കിൽ ഇവിടെ വരാൻ ഒരു 4 കിലോമീറ്റർ എടുക്കുമായിരുന്നു. അപ്പോൾ 1 കിലോമീറ്റർ സേവാണ്. ഫുട്ബോൾ ടീമാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണി നടക്കുവാണ്. ഇവിടെ മഴ പെയ്താൽ ഇവിടെ വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ മണ്ണത്രയും അന്ന് എടുത്തുകൊണ്ട് പോയതാണ്. ഇതിലെ ഒരു ചെറിയ തോടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് നോക്കാം, അതിന് മുന്നേ അവരെന്തെങ്കിലും ചെയ്യുമെന്ന് നോക്കാം. രണ്ട് സൈഡുമൊക്കെ മണ്ണെടുത്ത് കമ്പിയൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത് ഇടിഞ്ഞ് വീഴാതിരിക്കാൻ ഇവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അതെ, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ വരും ആറ്റിങ്ങൽ ബൈപ്പാസാണ്. ഇവിടെയൊക്കെ പണി നടക്കുവാണ്. ഇത് നമ്മുടെ പൂവമ്പാറ ആറാണെന്നാണ് ഇവിടെ നിന്ന് ചേട്ടനൊക്കെ പറഞ്ഞത്. ഓക്കെ, ആറിന് മുകളിൽ കൂടെ പാലത്തിനുള്ള വർക്കെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം കുറവാണ്, വേനൽക്കാലമായതുകൊണ്ട്. ഇവിടെ നിന്ന് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പോയി നോക്കാം ഏതുവരെ എത്തിയെന്ന്. നമ്മളെ വാമനപുരം ആറൊക്കെ കഴിഞ്ഞു. നമ്മൾ വന്നപ്പോൾ ഇവിടെ 4 വരി ടാറിട്ടു ഓൾറെഡി. അപ്പോൾ ഇത് കൊല്ലമ്പുഴ വഴി വരെ ഉണ്ടെന്ന്, റോഡ് വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ലൈറ്റൊന്നും എടുത്തിട്ടില്ല, അപ്പോൾ സമയം ഇരുട്ടി വരുന്നു. അപ്പോൾ ഞാൻ ആയംകുണത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ആറ്റിങ്ങൽ
കൊല്ലമ്പുഴ റോഡ് വരെ എത്തി നിൽക്കുവാണ്. അപ്പോൾ ഇതുവരെ നമുക്ക് ഓഫ് റോഡ് വരാം സൈക്കിളിൽ. പിന്നെ അങ്ങോട്ട് കുറച്ചും കൂടെ ഉണ്ട്, പോയി നോക്കാം പറ്റുമെന്ന് നോക്കാം. ഗൈസ് അങ്ങനെ ആറ്റിങ്ങൽ ചിറയൻകീഴ് റോഡും ക്രോസ് ചെയ്തു അങ്ങനെ പോവുകയാണ്. ആൾക്കാരൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഇനി ഇവിടുന്ന് എനിക്ക് കുറച്ച് ദൂരം ഉള്ളതെന്നാണ് തോന്നുന്നത് ബൈപ്പാസ് തീരാൻ. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഞാനായിരിക്കുമോ അവിടെ കയറാൻ പറ്റിയാൽ ഏറ്റവും ആദ്യം ആറ്റിങ്ങൽ ബൈപ്പാസിലൂടെ സ്ട്രാവ യൂസ് ചെയ്ത് റൈഡ് ചെയ്യുന്ന റൈഡർ ആണോ ഗൈസ്? നോക്കാം, റോഡ് പണി ഏതുവരെ ആയെന്ന് നോക്കാം. ഓഫ് റോഡായാലും കുഴപ്പമില്ല, പറ്റുമെന്ന് നോക്കാം ഫ്രണ്ട്സ്. അങ്ങനെ ഇവിടെ എത്രയും പണി നടക്കുവാണ്. ഞാൻ ദാ മാമ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ് അങ്ങനെ ഈ ഒരു കയറ്റത്തോടു കൂടി ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ മാമം NH ആയിട്ട് കണക്റ്റ് ആവുകയാണ്. അങ്ങനെ ബൈപ്പാസിലൂടെ ഞാൻ റൈഡ് ചെയ്തു. ഭയങ്കര സന്തോഷമുണ്ട്, ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ഒരു പക്ഷേ ഞാനായിരിക്കും ആറ്റിങ്ങൽ ബൈപ്പാസിലൂടെ സ്ട്രാവ യൂസ് ചെയ്ത് റൈഡ് ചെയ്യുന്ന ആദ്യത്തെ റൈഡർ. NH എത്തിയിട്ടുണ്ട്. പൊളി. മാമൻ പാലം കുറച്ചുകൂടെ പണി നടക്കാനുണ്ട്, പണി നടക്കുവാണ്. സൈഡിൽ കൂടെയൊക്കെ കയറി എത്തി. അപ്പോൾ സക്സസ്. ഇനി നേരെ വീട്ടിലേക്ക്. സൈക്കിളൊക്കെ ഒരു കോലമായി. ഓക്കെ, അപ്പോൾ മാമ ഇവിടെ നിന്നാണ് ആറ്റിങ്ങൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് NH ആണ് നമ്മുടെ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചിറയൻകീഴ് റോഡ് ക്രോസ് ചെയ്ത് പിന്നെ കൊല്ലമ്പുഴ റോഡ് ക്രോസ് ചെയ്ത് പിന്നെ പാലാങ്കോണം കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് മണമ്പൂർ റോഡ് കട്ട് ചെയ്ത് ആയങ്കോണം ചെന്ന് കയറും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എയർ ഫ്രൈഡ് ചിക്കനൊക്കെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരും നമ്മൾ ചോറൊക്കെ ഒഴിവാക്കുക, ഒരു ചെറിയ ഉപദേശമാണ്. എന്നിട്ട് ഒരു 30 കഴിഞ്ഞവർ എന്തായാലും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക. സൈക്ലിങ് നല്ലൊരു എക്സസൈസാണ്. പറ്റാത്തൊരു സ്വിമ്മിങ്ങോ വാക്കിങ്ങോ ഷട്ടിലോ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നല്ല രീതിയിൽ നടക്കുകയെങ്കിലും ചെയ്യുക. ഓക്കെ.